മക്കളെ, എല്ലാവർക്കും സൈലലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ വ്യാകരണം അല്ലെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് തന്നിരുന്നു അല്ലെ, പറഞ്ഞു തന്നിരുന്നു എന്തൊക്കെയാണ് നമുക്ക് വ്യാകരണത്തിൽ പഠിക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് ടീച്ചർ വ്യാകരണത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത് സന്ധി എന്ന് പറയുന്നത് അല്ലെ. ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞു തന്നില്ലേ, സന്ധി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ജോയിന്റ്സ് ഒക്കെ സന്ധിക്കുന്ന ഒരു ഇടം അല്ലെ, എന്തിനൊക്കെ കൂട്ടിച്ചേർക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സന്ധികൾ എന്ന് പറയും അല്ലെ. അപ്പൊ ഭാഷയിൽ എന്തിനെയായിരിക്കാം കൂട്ടിച്ചേർക്കുന്നത് അല്ലെ? അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ അല്ലെ, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സന്ധി എന്ന് പറയാം. അപ്പൊ എന്തായിരുന്നു വർണ്ണം? എന്താ വർണ്ണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ മക്കള്? അല്ലെ, ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകങ്ങളെയാണ് നമ്മൾ വർണ്ണം എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ നഗരി എന്നൊരു പദം അല്ലെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. എന്താണ് നഗരി എന്നൊരു പദം നമ്മൾ പഠിച്ചിരുന്നു. എങ്ങനെയാണ് നഗരി എന്നുള്ള പദം നമ്മൾ എഴുതിയിരുന്നത്? എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്? ന് പ്ലസ് ആയാണ് നായാവുന്നത് അല്ലെ. ന് പ്ലസ് ആയാണ് നായാവുന്നത് അല്ലെ. എങ്ങനെയായിരുന്നു? ന് പ്ലസ് ആ അല്ലെ. അതേപോലെ എന്താണ്? ഗ പ്ലസ് ആയാണ് ഘായാവുന്നത് അല്ലെ. അപ്പൊ ര് പ്ലസ് ഇ ആണ്, ര് പ്ലസ് ഇ ആണ് എന്താവുന്നത്? രി ആവുന്നത്. ഓക്കെ, അപ്പൊ നഗരി. അപ്പൊ ഒരു ഭാഷയിലുള്ള ഏറ്റവും ചെറിയ ഘടകങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അത് കൂട്ടിച്ചേർക്കുമ്പോൾ അല്ലെ, അതിങ്ങനെ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സന്ധികൾ അല്ലെ. ഈ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. ഓക്കെ, അപ്പൊ ഈ വർണ്ണങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നടാ? സന്ധി എന്ന് പറയുന്നത്. ഇങ്ങനെ വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ പ്രധാനമായിട്ടും എത്രയാണ്? 4 മാറ്റങ്ങളാണ് എവിടെ ഉണ്ടാവുന്നത്? ഭാഷയിൽ ഉണ്ടാവുന്നത്. ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, പിന്നെ ഏതാണ്? ദ്വിത്വസന്ധി. ഇങ്ങനെ 4 സന്ധികൾ. ഓക്കെ, എത്രയാണ്? 4 സന്ധികളാണ്, 4 മാറ്റങ്ങളാണ് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന 4 മാറ്റമാണ്. പ്രധാനമായിട്ടും 4 മാറ്റങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അത് 4: ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. എന്റെ കൂടെ അങ്ങ് പഠിക്കണേത്. നിങ്ങളുടെ ഈ ക്ലാസ്സിലൂടെ 10 മിനിറ്റ് ക്ലാസ് ആയിരിക്കും. ആ സമയത്ത് മക്കൾ അങ്ങ് പഠിക്കാതെ നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഒന്നും മാറ്റണ്ട. നമ്മൾ പഠിക്കും കേട്ടോ. നമ്മൾ പഠിച്ചിട്ടേ നമ്മളൊന്ന് പോവുള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ വർണ്ണം എന്താന്ന് മക്കൾക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞുതരാം. അപ്പൊ മാ എന്ന് പറയുന്നത് ഒരു അക്ഷരമാണ് അല്ലെ. മായ എന്ന് പറയുന്നത് ഒരു അക്ഷരമാണ്. പക്ഷെ ഈ അക്ഷരം എങ്ങനെയാണ്? ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല. ആ അക്ഷരം അല്ലെ അതിന്റെ ഏറ്റവും ചെറിയ ഘടകങ്ങളാണ് അല്ലെ. ഇതിനെയാണ് വർണ്ണം എന്ന് പറയുന്നത് അല്ലെ. ഈ വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെ ഈ സ്വരാക്ഷരം ആ എന്ന സ്വരാക്ഷരം ചേരുമ്പോഴാണ് അത് മാ എന്ന അക്ഷരമായി മാറുന്നത് അല്ലെ. അപ്പൊ ഈ മ എന്നതാണ് വർണ്ണം അല്ലെ. ഇപ്പൊ കാ എന്ന് നമ്മൾ എഴുതുമ്പോ കാ എന്ന അക്ഷരം അത് ക പ്ലസ് ആയാണ് എന്താവുന്നത്? കായായി തീരുന്നത്. അപ്പൊ ഈ കീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർണ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കണത്. മനസ്സിലായോ മക്കൾക്ക്? ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ലോപസന്ധി നമുക്ക് നോക്കാം. ലോപിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതായി പോവുക എന്നാണ് അർത്ഥം. ലോപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാവുക, ഇല്ലാതായി പോവുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ നോക്കൂ, ഇവിടെ കുറെ ഉദാഹരണങ്ങൾ ടീച്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാണ്? തണുപ്പുണ്ട് എന്ന് നമ്മൾ പറയും അല്ലെ. നല്ല തണുപ്പുണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെയാ? അതേത് സന്ധി എന്നെങ്ങനെ മനസ്സിലാക്കൂ? അപ്പൊ നമ്മൾ എഴുതി നോക്കുക. തണുപ്പുണ്ട് അല്ലെ. എന്താ നോക്കൂ, തണുപ്പുണ്ട്. ടീച്ചർ ഇവിടെ എഴുതാം, വേറൊരു പേജിൽ എഴുതാം, നിങ്ങളത് നോക്കണ്ട. ഓക്കെ, എന്താണ്? തണുപ്പുണ്ട് എന്നുള്ള പദം അല്ലെ. അതെങ്ങനെയാ നമ്മൾ എഴുതുക? അതാ തണുപ്പുണ്ട് എന്നതിന് നമ്മൾ എങ്ങനെ എഴുതും? തണുപ്പ് അധികം. ഈ പ്ലസിന് മലയാളത്തിൽ അധികം എന്നാണ് പറയുക കേട്ടോ. തണുപ്പ് അധികം എന്താണ്? ഉണ്ട് എന്ന് നമ്മൾ എഴുതും. ഉണ്ടു അല്ല, തണുപ്പ് അധികം ഉണ്ട് എന്ന് നമ്മൾ എഴുതും അല്ലെ. അപ്പൊ ഈ ലോപസന്ധിയിൽ എന്തോ ഒന്ന് ലോപിച്ചു പോവാണടാ. എന്താ ലോപിച്ചു പോകുന്നത്? ഇവിടെ അല്ലെ, ഈ തണുപ്പ്, ചന്ദ്രക്കല അല്ലെ. നമ്മൾ എന്ത് പറയും അതിനെ? ചന്ദ്രക്കല എന്ന് പറയും അല്ലെ. ചന്ദ്രക്കല. നമുക്ക് എല്ലാവർക്കും 2 പേരില്ലേ? വീട്ടിൽ വിളിക്കുന്ന പേരുണ്ട്, സ്കൂളിൽ വിളിക്കുന്ന പേരുണ്ട് അല്ലെ. അതല്ലാണ്ട് ഫ്രണ്ട്സ് വിളിക്കുന്ന ചില പേരുകളൊക്കെ ഉണ്ടാവും. പറയണ്ട കേട്ടോ. പക്ഷെ എല്ലാവർക്കും ചില ഒന്നിലധികം പേരുകൾ ഉണ്ടാവും. അതേപോലെ ഈ ചന്ദ്രക്കലയ്ക്ക് വേറൊരു പേരുണ്ട്. എന്താണെന്നറിയോ? സംവൃതോകാരം.
എല്ലാ ഉഷാറ് പേരല്ലടാ, സംവൃതോകാരം എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അപ്പൊ ഇതെന്താണ്? സംവൃതോകാരം. നല്ല പേരില്ലേ? വെറുതെ ചന്ദ്രകല എന്നൊക്കെ പറയുന്നതാണ് കരുതണ്ട. നമുക്ക് ഇനി എന്ത് വിളിക്കാം? സംവൃതോകാരം അല്ലെ? അമ്മ എന്നോടൊക്കെ പറയണം, അമ്മേ അത് നിങ്ങൾ പഠിച്ച ചന്ദ്രകലയല്ല, അത് എന്താണെന്നറിയാമോ, അത് സംവൃതോകാരമാണ് എന്നൊക്കെ പറഞ്ഞ് ഷൈൻ ചെയ്യണം കേട്ടോ എന്ന്. ഓക്കെ, അപ്പൊ ഈ സംവൃതോകാരം ഈ സംവൃതോകാരമാണ് എന്ത് ചെയ്യുന്നല്ലടാ ഇവിടെ ലോപിച്ചങ്ങ് പോകുന്നത്. നോക്കൂ നിങ്ങള്, തണുപ്പുണ്ട് എന്നാണോ നമ്മൾ പറയാ? അല്ല, തണുപ്പുണ്ട് എന്നാ പറയാ അല്ലെ. ഈ സംവൃതോകാരം അങ്ങ് ലോപിച്ചു പോയി അല്ലെ, ഈ ഉകാരം ഇങ്ങോട്ട് വരികയാണ് അല്ലെ, എന്നിട്ട് അതെന്താവണോ തണുപ്പുണ്ട് എന്നായി മാറുകയാണ് അല്ലെ. അപ്പൊ സംവൃതോകാരം ലോപിച്ചു പോയി. ഒരു ഉദാഹരണം കൂടെ നോക്കൂ നിങ്ങള്. അടുത്ത ഉദാഹരണം ഏതാണ്? വരുന്നില്ല. എന്താണ്? വരുന്നില്ല. അതെങ്ങനെ എഴുതും നമ്മൾ? വരുന്നു അധികം ഇല്ല. അപ്പൊ ഇവിടെ എന്താ ലോപിച്ചു പോകുന്നത്? വരുന്നു, ഉകാരം അല്ലെ, അത് ലോപിച്ചു പോയിട്ട് എന്ത് ചെയ്യാണ്? വരുന്നില്ല അല്ലെ. വരുന്നില്ല എന്നാണോ നമ്മൾ എഴുതുക? അല്ല, വരുന്നില്ല എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ ഉകാരം എന്ത് ചെയ്യാണ്? ലോപിച്ചു പോവാണ്. അടുത്തത് ഇരുമ്പഴി അല്ലെ. നമ്മൾ എന്ത് എഴുതും? ഇരുമ്പഴി, ഇരുമ്പഴി എന്ന് എഴുതും. അതെങ്ങനെ എഴുതുക? ഇരുമ്പ് അധികം അഴി. എന്താണ്? ഇരുമ്പ് അധികം അഴിയാണ് ഇരുമ്പഴി. അപ്പൊ ഇവിടെ എന്തെന്നെ ലോപിച്ചു പോകുന്നത്? പറയണ്ടോ നിങ്ങളെ? സംവൃതോകാരം അല്ലെ. എന്താ ലോപിച്ചു പോണേ? സംവൃതോകാരം ലോപിച്ചു പോകുന്നു. അതേപോലെ തന്നെ എന്താണ്? വരാതെ ഇരുന്നു. നമ്മൾ എങ്ങനെ എഴുതും? വരാതിരുന്നു എന്ന് എഴുതും അല്ലെ. വരാതിരുന്നു അല്ലെ. അപ്പൊ എങ്ങനെ എഴുതി വരിക? വരാതെ അധികം ഇരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ലോപിച്ചു പോയി? വരാതെ, വരാതിരുന്നു എന്നല്ല, വരാതിരുന്നു എന്നാണ് അല്ലെ. അപ്പൊ എകാരം എന്ത് ചെയ്തു? ലോപിച്ചു പോയി. ക്ലിയർ ആയോ മക്കൾക്ക്? മനസ്സിലായോ? അടുത്തത് നമ്മള് ആഗമസന്ധിയാണ് നോക്കുന്നത്. ആഗമസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായി ഒരു വർണ്ണം വരികയാണ് അല്ലെ. ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ലോപിച്ചു പോവാണ്, ഒന്നങ്ങോട്ട് പോകും. അപ്പൊ ആഗമസന്ധിയോ? രണ്ട് വർണ്ണം തമ്മിൽ ചേരുന്ന സമയത്ത് പുതുതായി ഒരാൾ കടന്നു വരുന്നു അല്ലെ. ആഗമം നമ്മൾ ഇതിനകത്തൊക്കെ അല്ലെ, ഇവിടെ എയർപോർട്ടിലൊക്കെ പോകുമ്പോ കാണില്ലേ അല്ലെ, വരുന്ന ആളുകളുള്ള ബോർഡ് കണ്ടില്ലേ. അപ്പൊ ആഗമം, പുതിയൊരാൾ വരികയാണ്. അപ്പൊ എങ്ങനെയാ നമ്മൾ എഴുതുക? ആഗമ സന്ധി, ആഗമസന്ധി. അപ്പൊ പുതുതായിട്ട് ഒരാൾ വരണു. അയാൾ ആരാ? വരുന്ന ആളെ നോക്കൂ നമ്മള്. ഇപ്പൊ നമ്മൾ തിരുവോണം എന്ന് എഴുതും അല്ലെ. എന്തെഴുതും? തിരുവോണം. തിരുവോണം എന്ന് നമ്മൾ എഴുതും. അതപ്പൊ എങ്ങനെ പിരിച്ചെഴുതുക? തിരു അധികം ഓണമാണ്. ഈ വാ എവിടുന്ന് വന്നൂലേ? തിരു ഓണത്തിൽ വാ ഇല്ലല്ലോ, തിരു അധികം ഓണമാണ്. പക്ഷെ നമ്മളത് കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ എന്ത് എഴുതുന്നു? തിരുവോണം. പുതിയ ആള് വന്നു. ആര് വന്നു? വാ അല്ലെ, വകാരം വന്നു അല്ലെ. പുതിയ ആളാരാണ്? വകാരം. അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് പുതിയൊരു വർണ്ണം വരുന്നതിന് നമ്മൾ എന്ത് പറയണൂടാ? ആഗമസന്ധി എന്ന് പറയുന്നു. അടുത്ത നോക്കൂ നിങ്ങള്. അടുത്തത് തിരുവാതിര. ഇതേപോലെ തന്നെയുള്ള വാക്കാണ് തിരുവാതിര അല്ലെ. തിരുവാതിര എങ്ങനെ എഴുതുക? തിരു അധികം ആതിരയാണ് എന്തടാ? തിരുവാതിര അല്ലെ. തിരു അധികം ആതിരയാണ് തിരുവാതിര. ക്ലിയർ ആയോ? അടുത്ത് നോക്കൂ. കുഴിയാന. കുഴിയാന എങ്ങനെ എഴുതുക? കുഴി അധികം ആന ആണ് കുഴിയാനയാവുന്നത് അല്ലെ. വലയുണ്ട് അല്ലെ. വലയുണ്ട് എന്ന് നമ്മൾ എഴുതും അല്ലെ. എങ്ങനെ എഴുതും? വല അധികം ഉണ്ട്. അപ്പൊ കുഴിയാനയില് യാമായിട്ട് ആ വരുന്നു. വലയുണ്ട് അല്ലെ. വലയുണ്ടില് പോയിട്ട് യാ വരുന്നു അല്ലെ. വല ഉണ്ട് അല്ല, വലയുണ്ട് എന്നായിട്ടത് മാറുകയാണ്. ആഗമസന്ധി മനസ്സിലായോ? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് പുതുതായി ഒരു വർണ്ണം വരുന്നതിനെ എന്തു പറയുന്നടാ? ആഗമസന്ധി എന്ന് പറയുന്നു. അടുത്ത നോക്കൂ മക്കള്. അടുത്ത സന്ധി ഏതാണ്? ആദേശ സന്ധി. ഏത് സന്ധി? ആദേശ സന്ധി. നോക്കാം നമുക്ക്. ആദേശ സന്ധി. ഏത് സന്ധിയാണ്? ആദേശ സന്ധി. നമുക്ക് നോക്കാം. അപ്പൊ ഒരു വർണ്ണം പോയിട്ട് പകരം മറ്റൊരു വർണ്ണം വരുന്നതിനെ, ലോപസന്ധിയിൽ എന്തായിരുന്നു? ഒരു വർണ്ണം ലോപിച്ചു പോകുന്നു. ആഗമസന്ധിയിൽ ഒരു വർണ്ണം വരുന്നു. എന്നാൽ ആദേശ സന്ധിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സംഭവിക്കുകയാണ്. ഒരു വർണ്ണം പോവുകയും ചെയ്യുന്നുണ്ട്,
മറ്റൊരു വർണ്ണം വരികയും ചെയ്യുന്നുണ്ട്. ഒന്ന് പോവുകയും ഒന്ന് വരികയും കൂടെ സംഭവിക്കുന്നതാണ് ആദേശ സന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം നോക്കൂ മക്കള്. ഇപ്പൊ നമ്മൾ വിണ്ഠലം എന്ന് എഴുതും അല്ലെ. വിണ്ഠലം എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? വിൺ അധികം തലമാണ് അല്ലെ. ഇവിടെ താ പോയിട്ട് ടാ വരികയാണ് ചെയ്യുന്നത് കേട്ടോ. വിണ്ഠലം. പെരുംകായം അല്ലെ. നമ്മൾ എങ്ങനെ എഴുതും? പെരുംകായം, പെരുങ്കായം എന്നാണ് എഴുതുക. എന്താണ്? പെരുങ്കായം. ഓക്കെ, അതെങ്ങനെ എഴുതുക? പെരും അധികം കായം അല്ലെ. കാ പോയി അവണ് അല്ലെ. പെരുങ്കായം, പെരുങ്കായം. അടുത്തത് വെൺകായം അല്ലെ. വെൺകായം. കണ്ണീർ അല്ലെ. കണ്ണീർ എന്ന് എഴുതുന്ന കണ്ണീർ അല്ലെ. കണ്ണധികം നീരാണ് അല്ലെ. കണ്ണധികം നീരാണെന്ത്? കണ്ണീരായിട്ട് മാറുന്നത്. ഒരു വർണ്ണം പോവുകയും ഒരു വർണ്ണം വരികയും ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ആദേശസന്ധി എന്ന് പറയുന്നു. ലോപസന്ധിയിൽ ഒരു വർണ്ണം പോകുന്നു, ആഗമസന്ധിയിൽ ഒരു വർണ്ണം വരുന്നു. ആദേശസന്ധിയിൽ ഇത് രണ്ടും സംഭവിക്കുകയാണ്. ഒരു വർണ്ണം പോകുന്നു, ഒരു വർണ്ണം വരികയും ചെയ്യുന്നു. മനസ്സിലാവുന്നില്ലേ? നമ്മൾ ഈ ഒറ്റ ക്ലാസ്സിൽ സന്ധി അങ്ങ് പഠിക്കുകയാണ്. നമ്മൾ പഠിക്കും. നമ്മൾ ഈ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുക ഏത് സന്ധിയാണ്, സന്ധി നിർണ്ണയിക്കാനാ പറയാ. അപ്പൊ നിങ്ങൾ എഴുതി നോക്കുക അല്ലെ. ഒരു വർണ്ണം പോവാണോ, ഒന്ന് വരികയാണോ, അത് ഒന്ന് പോവുകയും ഒന്ന് വരികയും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എഴുതി നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. അടുത്ത നമ്മൾ എഴുതുന്നത് ഏത് സന്ധിയാണടാ? നമ്മൾ പഠിക്കുന്നത് ദ്വിത്വസന്ധി അല്ലെ. ദ്വിത്വം എന്ന് കേട്ടാ മക്കൾ ഉറപ്പിച്ചോളുക. എന്താണ്? ഇരട്ടിക്കാണ് അല്ലെ. സന്ധി ചെയ്യുന്ന സമയത്ത് ഒരു വർണ്ണം മറ്റൊരു വർണ്ണത്തോട് ചേർന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? വർണ്ണം ഇരട്ടിക്കുന്നു. സന്ധി ചെയ്യുമ്പോൾ ഇരട്ടിക്കുന്നതിനെയാണ് നമ്മൾ ദ്വിത്വസന്ധി എന്ന് പറയാ. നമ്മൾ അരിപ്പൊടി, അരി അധികം പൊടിയാണ് എന്തടാ? അരി പൊടി അല്ലെ. എങ്ങനെ എഴുതുക? അരി അധികം പൊടിയാണ് എന്താവുന്നത്? നമ്മൾ അരിപ്പൊടി എന്ന് പറയോ? ഇല്ല, അരിപ്പൊടി ആവുന്നത്. കതിർക്കുല, കതിർക്കുല. കതിർ അധികം കുലയാണ് കതിർക്കുല. മനസ്സിലായോ? ഇവിടെ ക പ ഇതൊക്കെ ഇരട്ടിക്കാണ് ചെയ്യുന്നത്. പിന്നെ ഏതാണ്? വളപ്പൊട്ട്, വളപ്പൊട്ട്. വളപ്പൊട്ട് എങ്ങനെയാണ്? വള അധികം പൊട്ടാണ് വളപ്പൊട്ടാവുന്നത്. ഇപ്പൊ കാട് അല്ലേ, കാട്ടിൽ എന്ന് നമ്മൾ എഴുതുകയാണ് അല്ലെ. കാട്ടിൽ, കാടിൽ എന്നല്ലല്ലോ നമ്മൾ പറയാ, കാട്ടിൽ. അപ്പൊ കാട് അധികം ഇല്ലാണ് കാട്ടിലായി മാറുന്നത്. സന്ധി മനസ്സിലായോ മക്കൾക്ക്? അപ്പൊ 4 പ്രധാനമായ സന്ധികളാണ് നമ്മൾ പഠിച്ചത്. വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് സന്ധികൾ എന്ന് പറയുക. സന്ധി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റമാണ്. അതിൽ ലോപസന്ധിയുടെ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതിനെ ലോപസന്ധി എന്ന് പറയുന്നു അല്ലെ. ഒരു പുതുതായി ഒരു വർണ്ണം വരുന്നതിനെ നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നു. ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതിനെ ആദേശസന്ധി എന്ന് പറയുന്നു. ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെ നമ്മൾ ദ്വിത്വസന്ധി എന്ന് പറയുന്നു. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ ആണോ? പഠിച്ചോ നിങ്ങൾ? USSന്റെ ക്ലാസ്സിന്റെ കാര്യം നിങ്ങൾ അറിയില്ലേ? ഫ്രീ ആയിട്ട് അല്ലെ നമ്മൾ ക്ലാസ് സൈലത്തിന്റെ അല്ലെ ധ്രുവ ബാച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യണം? അതിൽ ജോയിൻ ചെയ്യണം അല്ലെ. നമ്മള് വാട്സപ്പ് ചാനൽ ഉണ്ട് അല്ല, അതിന്റെ ലിങ്ക് ഒക്കെ എന്താണ് കമ്മ്യൂണിറ്റി വാട്സപ്പ് ചാനൽ, അത് ലിങ്ക് ഒക്കെ പിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി എന്ത് ചെയ്യണം? സെർച്ച് ചെയ്ത് നോക്കണം. ഇത്രയും പെട്ടെന്ന് അല്ലെ നിങ്ങൾക്ക് അതേപോലെ ടീച്ചർ പറഞ്ഞ പോലെ ട്യൂഷൻ അല്ലെ, നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകളും വളരെ എന്താ പറയുക ചെറിയ പൈസയ്ക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാധ്യതകളൊക്കെ അല്ലെ. ഇപ്പൊ ടീച്ചറൊക്കെ പഠിക്കുന്ന സമയത്ത് ട്യൂഷനൊന്നും ഇതുപോലെ ട്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ളൊരു കാലത്താണ് അത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തും. നമ്മൾ ഒരുപാട് പൈസയൊന്നും അല്ലല്ലോ, വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് അത്രയും ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യമല്ലേ. നമുക്ക് മനസ്സിലാവുന്നില്ലേ സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ അല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ സൈലത്തിന്റെ കൂടെ? പിന്നെ എന്തിനാ സംശയിച്ച് നിൽക്കുന്നത്? വേഗം തന്നെ അല്ലെ നമ്മളെ USSന്റെയും അല്ലെ അല്ലാത്ത ക്ലാസ്സുകളും ഒക്കെ എന്ത് ചെയ്യുക? അപ്പോൾ പഠിച്ചു തുടങ്ങുക. ഏറ്റവും ഉഷാറായിട്ട് പരീക്ഷകളൊക്കെ എഴുതുക. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഷെയർ ചെയ്ത് കൊടുക്കണേ, ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ. നിങ്ങൾ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യണം. ഓക്കെ, ബൈ മക്കളെ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. Bye bye.